ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നേരെ ഒരു അട്ടപ്പാടി വരെ പോയിട്ട് വരാം. നേരെ പാലക്കാട് നിന്ന് നേരെ മുമ്പ് മണ്ണാർക്കാട് നേരെ റൈറ്റ് അടിച്ച് അട്ടപ്പാടി റോഡ് നേരെ കയറുമ്പോൾ ഫുള്ള് ഹില്ലേരിയാണ്. അടിപൊളി പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ട് ഈ മൺസൂൺ കാലഘട്ടത്തിൽ പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ പറയുന്ന പോലെ അട്ടപ്പാടി. നമ്മൾ നേരെ അട്ടപ്പാടി ചുരൻ റോഡ് കയറി നേരെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹില്ലേരിയാണ്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ആൾക്കാർ കൂടുതൽ ഇങ്ങനെ ഫോട്ടോസ്, ഒരു പെയിൻറ്റിങ് ഒക്കെ ആയിട്ട് കൂടുതൽ നമ്മൾ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ കാണുന്നത് കൂടുതൽ ഈ സ്ഥലമായിരിക്കും. കൂടുതൽ ആൾക്കാർ ഈ സ്ഥലം വന്നിട്ട് ഇത്രയേ ഉള്ളൂ അട്ടപ്പാടി നമ്മൾ തിരിച്ചു പോകാറുണ്ട്. ഒരുപാട് മേലേക്ക് പോയി കഴിഞ്ഞാൽ സൈലൻറ്റ് വാലി ഉണ്ട്. അവിടെ കാണേണ്ട കുറച്ച് പെയിൻറ്റിങ് ഒക്കെയാണ്. സൈലൻറ്റ് വാലി, അട്ടപ്പാടി ഊര്, അങ്ങനെ കുറേ വ്യൂ പോയിൻറ്റുകൾ, അങ്ങനെ കുറേ കാണാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരെ വണ്ടി എടുത്തു. വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ടിലെ ആളുകളുടെ ഒരു ദൈവമാണ്, മലയരുടെ ദൈവമാണ്. നമ്മളവിടെ കണ്ടപ്പോൾ ഒരു ഫംഗ്ഷൻ എന്തോടെ വേല അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂജ അങ്ങനെ എന്തോ സംതിങ്. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നേരെ കയറി ഒരു വീഡിയോ ഒക്കെ എടുത്തു. അടിപൊളി കാഴ്ചയാണ് കണ്ടത്. പിന്നെ നേരെ നമ്മൾ വിട്ടത് അയ്യപ്പനും കോശിയും ആ സിനിമയിൽ അടി നടന്ന സ്ഥലമാണ്. ബിജു മേനോനും പൃഥ്വിരാജും കൂടി അടി നടന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിൽ ലാസ്റ്റ് അടികൂടി കിട്ടില്ലേ, ആ സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വീണ്ടും നമ്മൾ വണ്ടി എടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുള്ള റോഡാണ്. റോഡ് നല്ല രസമുണ്ട്, അടിപൊളി സ്ഥലം, നല്ല കാഴ്ചകൾ, നല്ല വ്യൂ ആണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ഒരു പറങ്കി മാങ്ങ കണ്ടു. അപ്പോൾ നേരെ ചെടിയിൽ നിന്ന് കുറച്ച് പറങ്കി മാങ്ങയൊക്കെ വലിച്ച് ലൈവായിട്ട് കഴിച്ച് അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു പറങ്കി മാങ്ങയുടെ കാട്ടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ്, ഒരു ഹിൽ ഏരിയയാണ്. തരിശുമുക്ക് വ്യൂ പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. ആ വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂ പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇത്. ഒരൊറ്റപ്പെട്ട സ്ഥലം തന്നെ പറഞ്ഞു തരിക. ഇടയിൽ ഇങ്ങനെ എപ്പോഴും ഓരോ റിസോർട്ടോ വീടുകളോ അങ്ങനെ ഉണ്ടാവും. പിന്നെ കിലോമീറ്റർ കണക്കിന് ഒറ്റപ്പെട്ട സ്ഥലമാണ്. കുറച്ച് ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ കണ്ടൊരു അമ്പലമാണ്, ആദിവാസി ഊരിലുള്ളൊരു അമ്പലമാണ്. പിന്നെ നമ്മൾ നേരെ വീണ്ടും ആദിവാസി തന്നെ, അട്ടപ്പാടി തന്നെ ഒരുപാട് ഊരുകളുണ്ട്, ആദിവാസി ഊര്. അവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രവേശനമൊന്നുമില്ല, നമ്മൾ അതിക്രമിച്ച് കയറുകയാണ്. ശരിക്കും നിയമപ്രകാരം നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള യാതൊരു പെർമിഷനും ഇല്ല. അത് നമ്മളെ ഉള്ളിൽ തന്നെ അതിൽ ബോർഡ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്, ജനസംഖ്യ എത്രയാണ്, ഊരിലെ മൂപ്പൻ്റെ അനുഭവത്തോടെ മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ ആ റോഡ് കയറി നേരെ മുള്ളി എത്തി. മുള്ളി ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുന്നത്. മുള്ളി റോഡ് അടിപൊളി വൈബ് റോഡാണ്. ആദ്യം ഞാനൊന്ന് ഇരുന്നു, പിന്നെ എനിക്ക് വയ്യാതെ തോന്നിയപ്പോൾ ഞാനൊന്ന് കടന്നു. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ അവിടെ മേലെ മുള്ളി, അവിടെ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഊട്ടിക്ക് വളരെ അടുത്താണ്. അട്ടപ്പാടി വഴി ഊട്ടി വീണ് ഭയങ്കര ദൂരം കുറവാണ്. പക്ഷേ ചെക്ക് പോസ്റ്റ് ഇത് കണ്ടോ അടഞ്ഞിരിക്കുന്നത്. ഏത് വണ്ടിയും കടത്തി വിടില്ല. വർഷത്തിലായി 1-2 പ്രാവശ്യം മാത്രമേ കയറ്റി വിടുള്ളൂ. അത് വിഷുവിൻ്റെ 2 ദിവസം അവിടുത്തെ അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ട്. ആ സമയത്ത് മാത്രം നമ്മളിങ്ങനെ കയറ്റി വിടും, അത്രേ ഉള്ളൂ. ഇതാ കണ്ട അട്ടപ്പാടിയിൽ 192 പേരുണ്ട്. അവിടേക്ക് ആളുകളെ അങ്ങനെ അധികം കയറ്റി വിടാറില്ല. നമുക്ക് അവിടേക്ക് അധികം പ്രവേശനമില്ല. നമ്മളവിടെ നിന്ന് പിന്നെ ഉള്ളിൽ കയറി, അനുവാദമില്ല എങ്കിലും ഉള്ളിൽ കയറി ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നേരെ അതിനുള്ളിലുള്ളൊരു പുഴയിലോട്ട് ഇറങ്ങി. അട്ടപ്പാടി ഡെഡ് എൻഡിൽ വരുന്ന ആദിവാസി 193 കുടുംബങ്ങൾ ഇതിനുള്ളിൽ താമസിക്കുന്നുണ്ട്. ഏകദേശം 1000 സംതിങ് ജനസംഖ്യ ഉണ്ട് ഇതിനുള്ളിൽ. അടിപൊളി സ്ഥലമാണ്. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ അപ്പുറം കാണുന്നത് ഫുൾ പക്ക ഫോറസ്റ്റാണ്. അത് കയറി കഴിഞ്ഞാൽ മുള്ളി ഊട്ടി റോഡാണ്. പക്ഷേ ഇത് ഡെഡ് എൻഡാണ്. ഇവിടത്തോടെ കൂടെ അവസാനിച്ചു. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല പാറക്കല്ലൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. നല്ല പ്രകൃതി അനുഗ്രഹിച്ച് കൊടുത്തൊരു അനുഗ്രഹം തന്നെ പറയാം കേട്ടോ. അത്രയും നല്ലൊരു സ്ഥലമാണ് അട്ടപ്പാടി. ഇത് അട്ടപ്പാടി ഊരിലെ ഓരോ വീടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ അട്ടപ്പാടി പറയുമ്പോൾ നമുക്ക് ചെറിയ പട്ടപ്പുര അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴൊക്കെ ഭയങ്കര വികസനം, സർക്കാർ ഭയങ്കര വികസനമൊക്കെ കൊടുത്ത് അടിപൊളി നല്ല നല്ല വീടുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ വീടുകളും ടെറസ് വീടുകൾ തന്നെയാണ്, RC വീടുകളൊക്കെ തന്നെയാണ്. അടിപൊളി സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. പാലക്കാട് നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അട്ടപ്പാടി ഊരിക്ക് എത്താൻ പറ്റും.
ഭയങ്കര പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഒരുപാട് കാണാനുള്ളൊരു സ്ഥലം കൂടിയാണ് അട്ടപ്പാടി. നല്ല ഹിൽ ഏരിയ ഒക്കെ ആയിട്ട് ഭാഗ്യമുണ്ട്. ഇടയിൽ ഓരോ വന്യമൃഗങ്ങളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അട്ടപ്പാടി പുഴയാണ്. പിന്നെ നേരെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ പെയിൻറ്റിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി പെയിൻറ്റിങ് ഒക്കെയാണ് ഗായ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.